ഹലോ, ഇന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ അളാമ്മാൻ്റെ മോളെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ പാർട്ടിയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതിന് ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. പെരുന്നാളിൻ്റെ പിറ്റേ ദിവസമാണ്. നമ്മളെല്ലാവരും അടുത്തേക്ക് പോയിട്ടാണുള്ളത്. അവിടെ എല്ലാം കസേരയും കാര്യം എല്ലാം സെറ്റാക്കി. ഇപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ. ഓളെ ഹസ്ബൻഡിൻ്റെ ഫാമിലി എത്തവരെല്ലാം വരണോ അത്ര. അങ്ങനെ ഓരോരാളെ ഓരോരു ഭാഗത്തുണ്ട്. അങ്ങനെ നമുക്ക് നമ്മളെ ബർത്ത്ഡേ ഗേളിനെ കാണാം. ഇതാണ് ഇവിടെ വാതിലിൻ്റെ ഇടയിൽ ഒളിച്ച് നിന്നിട്ടുണ്ട്. ഇതാണ് നമ്മളെ ബർത്ത്ഡേ ഗേള്. അങ്ങനെ വന്നവർക്ക് ഓരോരോർക്കായിട്ട് പിന്നെ ജ്യൂസും കാര്യമെല്ലാം കൊടുത്തോണ്ടുണ്ട്. ഇപ്പോൾ കുറച്ചാളെ വന്നിട്ടുണ്ടായിട്ട് അപ്പം ഞാൻ വേഗം ഫുഡെല്ലാം എന്തെന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് പോയി. ബീഫ് കറി, പായസം, നൂഡിൽസ്, ചിക്കൻ ബിരിയാണി ഇങ്ങനത്തെ എല്ലാ ഐറ്റംസാണ്. കച്ചമ്പർ, ബീഫ് കറി മാത്രം നമ്മൾ പെരക്കുന്ന് ഉള്ളിൽ ഉണ്ടാക്കിയതാണ്. ബാക്കിയെല്ലാം പണിക്കാരാണ് ഉണ്ടാക്കിയത്. പണിക്കാർ വേറെ ആരുമല്ല, എൻ്റെ ഹസ്ബൻഡും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടുമാണ്. അങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞ് ഇത് പൊട്ടിച്ചിട്ട് കാണിച്ചു കൊടുക്കുക. അപ്പം പറഞ്ഞ് ദമ്മിട്ടപ്പാടാന്ന്, ഇതിപ്പോൾ പൊട്ടിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ്. എൻ്റെ ഹസ്ബൻഡിന് ഫുഡ് ഉണ്ടാക്കുന്നത് ഇങ്ങനത്തെ പണിയൊന്നുമല്ല. ഇങ്ങനെ നമ്മുടെ ഫാമിലിയിൽ ഇങ്ങനെ പരിപാടി വരുമ്പം ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിനെ ഹെൽപ്പാക്കുമെന്ന് മാത്രം. അങ്ങനെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് പോയി. പിന്നെ വിളമ്പലും കാര്യങ്ങളെല്ലാം ഹസ്ബൻഡ് തന്നെയാണ്. അങ്ങനെ വിളമ്പാൻ തുടങ്ങി. ഓരോരാളെ വന്ന് എല്ലാവരും ഫുഡെല്ലാം കഴിക്കാൻ തുടങ്ങി. ഫസ്റ്റ് ആണുങ്ങളിരുന്ന് പിന്നെയാണ് പെണ്ണുങ്ങളിരുന്നത്. അപ്പോൾ പിന്നെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളെല്ലാം തുടങ്ങി. ഓളെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിലത്തവർ കുറച്ച് ലോങ്ങാണ്, കണ്ണൂരാണ്. അതുകൊണ്ട് അവർക്ക് വേഗം പോകുന്നതുകൊണ്ട് നമ്മൾ വേഗം കേക്ക് കട്ടാക്കാനെല്ലാം തുടങ്ങി. കുഞ്ഞിൻ്റെ ഉമ്മയും കുഞ്ഞും കൂടിയിട്ട് കേക്ക് കട്ടാക്കുന്നുള്ളതാണ്. കുഞ്ഞിൻ്റെ ബാപ്പ ഗൾഫിലാണ്. ഫോട്ടോഷൂട്ട് 2 ദിവസം മുമ്പ് കഴിഞ്ഞുകൊണ്ട് കൂടുതൽ ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നമുക്ക് കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ ഗിഫ്റ്റെല്ലാം അൺബോക്സ് ആക്കുന്നത്. അങ്ങനെ മക്കളെല്ലാം അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. 2-3 വണ്ടിയും 2 കസേര, പിന്നെ കൂടുതൽ കിട്ടിയത് ഡ്രസ്സാണ്. ഞാൻ കൊടുത്തിട്ടുണ്ടായത് കസേരയാണ് ഗെയ്സ്. അങ്ങനെ നമ്മൾ ഗിഫ്റ്റെല്ലാം എല്ലാവരും നോക്കി. അതിന് ശേഷം വൈകുന്നേരമായി. പിറ്റേ ദിവസം വൈകുന്നേരമാണ് നമ്മളെ പുരക്കേക്ക് പോകുന്നത്. എല്ലാ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മളെ പുരക്കേക്ക് പോകാൻ റെഡിയാക്കുകയാണ് ഗെയ്സ്. ടാറ്റാ ബൈ ബൈ, സീ യു.